അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൂട്ട്സ് ഡിലൈറ്റാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഫ്രൂട്ട്സ് ഇട്ടുകൊണ്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നല്ലേ? അതെ, ഫ്രൂട്ട്സ് ഡിലൈറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് തരം ഫ്രൂട്ട്സ് വേണം. ഒരുപാട് തരം ഫ്രൂട്ട്സ് ഇടുവാണെങ്കിൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണാം ഇനി ഫ്രൂട്ട്സ് ഡിലൈറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. 1 കപ്പ് വിപ്പിംഗ് ക്രീം, പച്ച കളറുള്ള ഒരു ആപ്പിൾ ചെറുതായി മുറിച്ചത്, സപ്പോട്ട 4 എണ്ണം ചെറുതായി മുറിച്ചത്, 3 പൂവൻ പഴം ചെറുതായി മുറിച്ചത്, പൈനാപ്പിൾ ചെറുതായി മുറിച്ചത്, കുറച്ച് ഗ്രീൻ കളറുള്ള ഗ്രേപ്സ്, പൊമോഗ്രാനൈറ്റ് 1, ഒരു ആപ്പിൾ ചെറുതായി മുറിച്ചത്. ഇനി ഒരു പാത്രത്തിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ച് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിൽ പഞ്ചസാരയൊന്നും ഇടുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കുറച്ച് മധുരത്തിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. അതാണ് ഞാൻ പഞ്ചസാരയൊന്നും ഇടാതിരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്തെടുത്തോളൂ. പുഡിങ്ങിൽ മധുരം കുറച്ച് കൂടുതലുണ്ടെങ്കിലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ക്രീം ഇപ്പോൾ ലൂസായിട്ടാണ് ഉള്ളത്. അത് കുറച്ച് തിക്കാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഇപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ചെയ്യാം. രൂപത്തിലാണ് ക്രീം നമുക്ക് ആവശ്യം. ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ക്രീം ഇട്ട് കൊടുക്കുക. ക്രീം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ക്രീം കൂടുതലുണ്ടെങ്കിൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിന് മുകളിൽ അരിഞ്ഞു വെച്ച ഓരോ ഫ്രൂട്ട്സും കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് മാങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പിന്നെ നമുക്ക് മാങ്ങയൊന്നും കിട്ടാനും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇനി ഇതിന് മുകളിൽ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇടുന്നതിൽ പിശുക്കൊന്നും കാട്ടാൻ പാടില്ല കേട്ടോ. ക്രീം കൂടുതൽ ഇട്ടാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ക്രീം ഇപ്പോൾ ഫ്രൂട്ട്സിന് മുകളിൽ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. കളർഫുള്ളായിട്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Thanks for watching.